2025 തമിഴ്നാട്ടിൽ വെച്ചിട്ട് ഒരു യുവതിയെ ഒരു യുവാവ് റോഡിൽ വെച്ച് പട്ടാപ്പകല് ഒരു കത്തി കൊണ്ട് കുത്തി കൊലപ്പെടുത്തി. എന്തിനാണ് ഈ കൊലപാതകം ചെയ്തതെന്ന് പോലീസ് ചോദിച്ചപ്പോഴത്തേക്കും അവൻ്റെ അവസാനത്തെ ഒരു മറുപടി ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇതിൻ്റെ റീസണായിട്ട് പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യമുണ്ടായിരുന്നു. പോൺ വീഡിയോ അഡിക്ഷൻ. പോൺ വീഡിയോ അഡിക്ഷൻ കാരണമാണ് ആ യുവാവ് ആ യുവതിയെ കൊലപ്പെടുത്തിയത്. ഈ ഒരു കേസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. കേസിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, സ്റ്റോറി കംപ്ലീറ്റ്ലി കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ കമൻറ്റ് ബോക്സിലേക്ക് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. 2025 ഒക്ടോബർ 10 രാവിലെ 9 മണി സമയം തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിലെ APT റോഡ്. അതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. അത്യാവശ്യം നല്ല ജനത്തിരക്കുണ്ട്. ഈ 9 മണി സമയമായതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ റോഡിലൂടെ ഓഫീസിലേക്ക് പോകുന്നുണ്ട്, കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നുണ്ട്, കടകളൊക്കെ തുറക്കുന്ന ഒരു സമയമാണ്. അതായത് നല്ല ജനത്തിരക്കുള്ള ഒരു ടൈം. അപ്പോൾ ഒരു പെൺകുട്ടി ആ റോഡിലൂടെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവളുടെ കയ്യിലായിട്ട് ഒരു ബാഗ് ഉണ്ട്. ഈ പെൺകുട്ടി റോഡിലൂടെ നടന്നു പോകുന്ന അതേ സമയത്ത് തന്നെ ഇവളെ ഫോളോ ചെയ്ത് വളരെ പതുക്കെ ഒരു ബൈക്ക് പുറകെ ഇങ്ങനെ വരുന്നുണ്ട്. ആ പെൺകുട്ടി അത് ശ്രദ്ധിച്ചു. അവൾ പതിയെ റോഡിൽ നിൽക്കുകയാണ്. അവൾ നിന്നതും ഈ ബൈക്ക് അവളുടെ പിന്നാലെ കൊണ്ടുവന്നിട്ട് സ്റ്റോപ്പ് ചെയ്തു. ആ ബൈക്കിൽ നിന്ന് ഒരു യുവാവ് ഇറങ്ങി വരികയാണ്. ഈ പെൺകുട്ടിയോട് പെട്ടെന്ന് അയാൾ ദേഷ്യപ്പെട്ടു. അപ്പോൾ റോഡിൽ ഒരുപാട് ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ ഇത് ശ്രദ്ധിക്കും. വളരെ ഉച്ചത്തിലാണ് ഷൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പെൺകുട്ടിയോട് ഇയാൾ ദേഷ്യപ്പെടുന്ന സമയത്ത് ഈ പെൺകുട്ടി തിരിച്ച് പ്രതികരിക്കുന്നതുമുണ്ട്. അപ്പോൾ ആരും തന്നെ ഇവരുടെ അടുത്തേക്ക് വന്നില്ല. ആൾക്കാരിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അവർ തമ്മിൽ എന്താണ് ബന്ധം, എന്താണ് സംസാരിക്കുന്നത്, അത് ആർക്കും തന്നെ അറിയില്ല. അതുകൊണ്ടായിരിക്കാം തുടക്കത്തിൽ ആരും അടുത്തേക്ക് ചെല്ലാതിരുന്നത്. അല്പസമയം കഴിഞ്ഞപ്പോഴത്തേക്കും ഇയാളുടെ ദേഷ്യം, ആ യുവാവിൻ്റെ ദേഷ്യം കൂടിക്കൂടി വരികയാണ്. ആ പെൺകുട്ടിയെ ആക്രമിക്കാനായിട്ട് തുടങ്ങി. കുറച്ച് ആൾക്കാർ അടുത്തേക്ക് വന്നു. വളരെ പെട്ടെന്ന് തന്നെ ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു കത്തി പുറത്തേക്ക് എടുക്കുകയാണ്. ഈ കത്തി കണ്ടതും ആൾക്കാർ ബാക്കിലേക്ക് വലിഞ്ഞു. കാരണം അവർക്ക് പേടിയായിരിക്കുമല്ലോ. ആ പെൺകുട്ടി വീണ്ടും ദേഷ്യപ്പെടാൻ വേണ്ടി തുടങ്ങി. ഇയാൾ ആ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് അവളുടെ കഴുത്തിൽ ഈ ഭാഗത്തായിട്ട് വളരെ ആഴത്തിൽ കുത്തി മുറിവേൽപ്പിക്കുകയാണ്. വളരെ പെട്ടെന്ന് ഒരുപാട് രക്തം പുറത്തേക്ക് ചീറ്റാൻ വേണ്ടി തുടങ്ങി. അയാൾ ആ കുത്തിയ കത്തി ഊരിയെടുത്ത് അവളുടെ നെഞ്ചിൻ്റെ ഭാഗത്തും ആഴത്തിൽ കുത്തുകയാണ്. ഒരുപാട് രക്തം പോയി. ആ പെൺകുട്ടി നിലത്തേക്ക് താഴെ വീണുകയാണ്. ഇയാൾ ആ കത്തി കാണിച്ചിട്ട് ആ കത്തി നെഞ്ചത്ത് ഊരിയെടുത്തിട്ട് മറ്റുള്ള ആൾക്കാരെ കാണിച്ചിങ്ങനെ ഭീഷണിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ആരും തന്നെ അടുത്തേക്ക് വന്നില്ല. എല്ലാവർക്കും പേടിയായിരിക്കുമല്ലോ. ആ പെൺകുട്ടി ജീവന് വേണ്ടിയിട്ട് പിടയുകയാണ്. ഈ ഒരു സ്ഥലത്ത് ഈ റോഡിൻ്റെ അരികിലായിട്ട് ഒരു ഓടയുണ്ട്. നിങ്ങൾ തമിഴ്നാടിൻ്റെ പല ഭാഗത്തും അങ്ങനെ ഒരു ഓട കണ്ടിട്ടുണ്ടാവാം. ഈ ഓട എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു ചെറിയ ഓടയാണ്, ഓപ്പൺ ഓടയാണ്. അതിങ്ങനെ മൂടിയിട്ടില്ല. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഡ്രൈനേജ് പോലെ വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്ന, വേസ്റ്റ് കെട്ടിക്കിടക്കുന്ന ഒരു ഓടയാണ്. ആ ഓടയിലേക്ക് ഈ പെൺകുട്ടിയുടെ ശരീരം അല്ലെങ്കിൽ തലയുടെ ഭാഗം അയാളിങ്ങനെ കാലുകൊണ്ട് ചവിട്ടി താത്തുകയാണ്. ആ വെള്ളത്തിലും ചെളിയിലും ഇവളുടെ മുഖം ഇങ്ങനെ പൊത്തിപ്പോവുകയാണ്. ശ്വാസം കിട്ടാതെ അല്ലെങ്കിൽ ആ ഒരു ചോര ദേഹത്തു നിന്ന് പോയി ആ പെൺകുട്ടി മരണപ്പെടുകയാണ്. അവൾ മരിച്ചുവെന്ന് ഉറപ്പായ സമയത്താണ് ഇവൻ ആ കാല് പോലും അവളുടെ തലയുടെ ഭാഗത്തു നിന്ന് എടുക്കുന്നത്. കാരണം അത്ര അധികം അവളോട് ദേഷ്യമുണ്ടായിരുന്നു അല്ലെങ്കിൽ പകയുണ്ടായിരുന്നു. ഇവൻ വീണ്ടും ആ കത്തി കാണിച്ച് എല്ലാവരെയും ഭീഷണിപ്പെടുത്തി. ആരും അടുത്തേക്ക് വന്നില്ല. ഇവൻ ആ ബൈക്കിൽ കയറി രക്ഷപ്പെടാൻ വേണ്ടി നോക്കിയ സമയത്ത് കുറച്ച് ആൾക്കാർ പിറകിൽ നിന്നും മുന്നിൽ നിന്നൊക്കെ ഇവനെ പിടിക്കാനായിട്ട് വന്നു. ഒടുവിൽ കുറച്ച് ആൾക്കാർ ചേർന്ന് ഇവനെ പിടിച്ചു. ആ കത്തി ഇവൻ്റെ കയ്യിൽ നിന്ന് തട്ടി മാറ്റി. എന്നിട്ട് എല്ലാവരും ചേർന്ന് അവിടെ നിന്ന് കിട്ടിയ റോപ്പോ അങ്ങനത്തെയൊക്കെയോ ചേർത്തുകൊണ്ട് ഇവൻ്റെ കൈയും കാലും കെട്ടി ആ റോഡിൽ ഇടുകയാണ്. ഈ സംഭവ സ്ഥലത്ത് CCTV ക്യാമറയുണ്ട്. ഈ സംഭവം നടക്കുന്ന അതേ സമയത്ത് തന്നെ കുറച്ച് ആൾക്കാർ പോലീസിനെ വിളിച്ചിട്ട് ഈ കാര്യം അറിയിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വളരെ പെട്ടെന്ന് പോലീസ് സംഭവ സ്ഥലത്തേക്ക് എത്തുകയാണ്. പോലീസ് ആ സംഭവ സ്ഥലത്തേക്ക് എത്തിയപ്പോഴത്തേക്കും നാട്ടുകാരെല്ലാവരും ആ പെൺകുട്ടിയുടെ ശരീരം അവൾക്ക് ജീവനുണ്ടോ എന്ന് പരിശോധിച്ചിരുന്നു. അവൾ മരിച്ചുവെന്ന് എല്ലാവർക്കും ഉറപ്പായിരുന്നു. പോലീസ് എത്തി. പോലീസിനും ഉറപ്പായ ആ പെൺകുട്ടി മരിച്ചുവെന്ന്. വളരെ പെട്ടെന്ന് തന്നെ ഒരു ആംബുലൻസ് വിളിച്ചു. ആ പെൺകുട്ടിയുടെ ശരീരം തൊട്ടടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് GH എത്തിക്കുകയാണ്. ഡോക്ടേഴ്സ് പറഞ്ഞു ആ പെൺകുട്ടി ഇതിനോടകം തന്നെ മരിച്ചിട്ടുണ്ട്, ഒന്നും തന്നെ ചെയ്യാനായിട്ട് സാധിക്കില്ല. നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് രക്തം പോയിട്ടുണ്ട്, മുഖത്തൊക്കെ ഒരുപാട് ചെളി ആയിട്ടുമുണ്ട്. തുടർന്ന് അവളുടെ ശരീരം പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയാണ്. ആദ്യം അറിയേണ്ടത് ഈ പെൺകുട്ടി ആരാണ് എന്നുള്ളതാണ്. ഈ കൊലപാതകം ചെയ്ത വ്യക്തിയെ ഓൾറെഡി നാട്ടുകാർ പിടിച്ചു വെച്ചുകൊണ്ട് തന്നെ അവനെ സ്റ്റേഷനിലേക്ക് പോലീസ് കൊണ്ടുപോവുകയും ചെയ്തു. അവൻ വളരെ സൈക്കിക്കായിട്ടാണ് പോലീസിനോട് പെരുമാറുന്നത്. ചോദ്യത്തിന് കൃത്യമായിട്ട് മറുപടി പറയുന്നില്ല. നന്നായിട്ട് മദ്യപിച്ചിട്ടുമുണ്ട്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. ഇതിന് കൃത്യമായിട്ടുള്ള ഫൂട്ടേജ് പോലീസിന് കിട്ടുകയും ചെയ്തു. സാക്ഷികളുണ്ട്, തെളിവുകളുണ്ട്. അങ്ങനെ അവിടെ കൂടിയിരുന്ന ആൾക്കാരോട് പോലീസ് ചോദിച്ചറിയുകയാണ്, ആർക്കെങ്കിലും ഈ പെൺകുട്ടിയെ അറിയാമോ? അപ്പോൾ അവിടെ കൂടിയ ആൾക്കാർ പറയുകയാണ്, ഈ പെൺകുട്ടി തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിൽ അവിടെ ജോലിക്ക് നിൽക്കുന്ന ഒരു കുട്ടിയാണ്. ഇവളുടെ പേര് ശ്വേത എന്നാണ്. അങ്ങനെ സംഭവ സ്ഥലത്തേക്ക് എത്തി പോലീസ് കൂടുതൽ തെളിവെടുപ്പ് നടത്തി.
ഈ സംഭവ സ്ഥലത്ത് നിന്ന് ശ്വേതയുടെ മൊബൈൽ ഫോൺ അടങ്ങിയ ഒരു ബാഗ് പോലീസിന് കിട്ടുകയാണ്. ആ മൊബൈൽ ഫോണിൽ ഈ പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് ഉണ്ട്. അതുകൂടാതെ ബാഗിൽ നിന്ന് ഇവരുടെ ആധാർ കാർഡ് ഉൾപ്പെടെ കിട്ടുകയാണ്. അഡ്രസ്സ് എല്ലാം കിട്ടി. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ ഈ പെൺകുട്ടിയുടെ അഡ്രസ്സ് പ്രകാരം ആ വീട്ടിലേക്ക് എത്തുകയാണ്. ഈ വീട്ടിലേക്ക് എത്തിയപ്പോഴത്തേക്കും ശ്വേതയാണ് ഈ മരണപ്പെട്ടതെന്ന് അല്ലെങ്കിൽ കൊല്ലപ്പെട്ടെന്ന് പോലീസിന് നന്നായിട്ട് അറിയാം. പക്ഷേ ഈ ശ്വേതയെ ആര് കൊലപ്പെടുത്തി, കൊലപാതകി ആരാണെന്ന് മനസ്സിലായി. പക്ഷേ അയാൾ എന്തിനാണ് കൊലപ്പെടുത്തുന്നുള്ളത് വ്യക്തമല്ല. അഡ്രസ്സ് പ്രകാരം പോലീസ് അവിടെ എത്തിയപ്പോഴത്തേക്കും ശ്വേതയുടെ വീട്ടിൽ, അത് അടഞ്ഞു കിടക്കുന്ന വീടാണ്, ആ വീട്ടിൽ അവളുടെ അച്ഛനും അമ്മയാണ് താമസിക്കുന്നതെന്ന് പറയുന്നു. ശ്വേത വേറൊരു വീട്ടിൽ താമസിക്കുകയാണ്. അപ്പോൾ അയൽവാസികളുടെ അടുത്ത് പോലീസുകാർ ചോദിച്ചറിയുകയാണ്. ഈ ശ്വേതയ്ക്ക് ഏതാണ്ട് 26 വയസ്സാണ് പ്രായം. അയൽവാസികൾ പറഞ്ഞത് ശ്വേത കുറച്ചു കാലം മുന്നേ വിവാഹം കഴിച്ചു, ഏതാണ്ട് 9 വർഷം മുന്നെയാണ് വിവാഹം കഴിച്ചത്. അച്ഛനും അമ്മയാണ് ഇവിടെ താമസിക്കുന്നത്. ആ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ശ്വേതയ്ക്ക് സഹോദരങ്ങളുണ്ട്, അവരൊക്കെ വേറെ കല്യാണം കഴിച്ച് വേറെ ജീവിക്കുകയാണ്. ശ്വേത കുറേ കാലമായിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല. എന്തൊക്കെയോ കുടുംബ പ്രശ്നങ്ങളുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. ലാസ്റ്റ് ശ്വേതയെക്കുറിച്ച് അറിയാൻ സാധിച്ചത് ശ്വേതയ്ക്ക് ഭർത്താവുമായിട്ട് എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടായിട്ട് ശ്വേത മാറി താമസിക്കുകയാണ് എന്നുള്ളതാണ്. ഇതിനപ്പുറം ഒന്നും തന്നെ അവർക്ക് അറിയില്ല. ശ്വേതയ്ക്ക് പിന്നെ 2 കുട്ടികളുണ്ട്, പഠിക്കുന്ന 2 കുട്ടികളുണ്ട്. ഒരു ആൺകുട്ടിയുണ്ട്, ഒരു പെൺകുട്ടിയുണ്ട്. ഏതൊരു വാടക വീട്ടിലാണ് അവരിപ്പോൾ താമസിക്കുന്നത്, ശ്വേത ഇപ്പോൾ താമസിക്കുന്നത്. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ ശ്വേതയുടെ മാതാപിതാക്കളുടെ കോൺടാക്ട് നമ്പർ വാങ്ങിക്കുകയാണ്. അവർ വീട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല. അവരെ കോൺടാക്ട് ചെയ്ത് ഈ കാര്യങ്ങൾ പോലീസ് പറയുകയാണ്. ഇത് കേട്ടതും ആ മാതാപിതാക്കൾ ഞെട്ടിപ്പോയി. കാരണം സ്വന്തം മകള് ഈ രീതിയിൽ കൊല്ലപ്പെടുമെന്ന് ഒരാൾ പോലും ചിന്തിക്കില്ലല്ലോ. വളരെ പെട്ടെന്ന് തന്നെ അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ മൃതശരീരം പരിശോധിക്കുകയാണ്. ശരീരം പരിശോധിച്ചപ്പോഴത്തേക്കും അവർ ഉറപ്പിച്ചു പറഞ്ഞു, ഇത് ഞങ്ങളുടെ മകളുടെ ശരീരം തന്നെയാണ്, ശ്വേത തന്നെയാണ്, നിങ്ങളുടെ ആ മാതാപിതാക്കൾ പറയുകയാണ്. അപ്പം മാതാപിതാക്കളുടെ അടുത്ത് പോലീസ് ചോദിക്കുകയാണ്, എന്താണ് ശ്വേതയ്ക്ക് സംഭവിച്ചിരിക്കുക. അപ്പോൾ ഈ കൊലപാതകിയുടെ ഈ ഫോട്ടോ ഉൾപ്പെടെ പോലീസിന്റെ കൈയിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ ചോദിച്ചു, ഈ ശ്വേതയുടെ വീട്ടിൽ ഭർത്താവായിട്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്താണ് ഭർത്താവായിട്ടുള്ള ആ ഇഷ്യൂ, എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് ചോദിക്കുകയാണ്. മാതാപിതാക്കൾ പറഞ്ഞു, 2016 ശ്വേതയുടെ വിവാഹം കഴിഞ്ഞത്. ഒരു പ്രേമ വിവാഹമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ശ്വേതയ്ക്ക് വലിയ ഏജ് ഒന്നുമില്ല, പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ശ്വേത അവളുടെ കൂടെ പഠിച്ച ഒരു യുവാവുമായിട്ട് പ്രണയത്തിലായിരുന്നു. 18 വയസ്സ് ആയപ്പോൾ തന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് വീട്ടിൽ നിർബന്ധമായിരുന്നു. അങ്ങനെ ശ്വേതയുടെ നിർബന്ധപ്രകാരമാണ് ആ വിവാഹം നടത്തി കൊടുത്തത്. വിവാഹം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഭർത്താവിൻ്റെ സ്വഭാവം മാറാൻ വേണ്ടി തുടങ്ങി. ശ്വേതയ്ക്ക് കുറച്ചധികം ഫാമിലി ഇഷ്യൂസ് ഉണ്ടായി. ഞങ്ങളോട് ആദ്യമൊക്കെ പറഞ്ഞിരുന്നു, പക്ഷെ സ്വന്തമായിട്ട് നീ തിരഞ്ഞെടുത്ത വ്യക്തിയാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ ഇടപെടാൻ സാധിക്കില്ല എന്ന് ഈ മാതാപിതാക്കൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ശ്വേതയുടെ ഭർത്താവിൻ്റെ പേര് ഭാരതി എന്നാണ്. ഈ ഭാരതി ഒരു കൂലിപ്പണിക്കാരനാണ്. പോലീസ് ഉദ്യോഗസ്ഥർ ഈ കൊലപാതകം ചെയ്ത ആ യുവാവുണ്ടല്ലോ, ആ യുവാവിൻ്റെ ഫോട്ടോ, വീഡിയോ എല്ലാം തന്നെ ഈ മാതാപിതാക്കളെ കാണിച്ചു കൊടുക്കുകയാണ്. അവരത് കണ്ട് ഞെട്ടിത്തെറിച്ചു. പോലീസിനോട് ഒരു കാര്യം പറഞ്ഞു, ഈ വ്യക്തി ഇവൻ മറ്റാരുമല്ല, ഭർത്താവായിട്ടുള്ള ഭാരതിയാണ്. അതായത് ശ്വേതയെ കൊലപ്പെടുത്തിയത് സ്വന്തം ഭർത്താവാണ്. പോലീസും അമ്പരന്നു. എന്തിനാണ് ഒരു ഭർത്താവ് സ്വന്തം ഭാര്യയെ വഴിയിൽ വെച്ച് ഇത്രയും ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തുന്നത്? അതിൻ്റെ റീസൺ എന്തായാലും അറിയണം. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ വീണ്ടും ഈ ഭാരതിയെ ചോദ്യം ചെയ്തു. അതിനിടയിൽ ശ്വേതയുടെ ശരീരം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. ബന്ധുമിത്രാദികൾക്ക് ആ ശരീരം വിട്ടുകൊടുക്കുകയും ചെയ്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വളരെ വ്യക്തമാണ്, കൊലപാതകമാണ്. രക്തം പോയിട്ടുമുണ്ട്, ശ്വാസം കിട്ടാണ്ട്, ഈ ചെളിയിൽ പൂണ്ട് ശ്വാസം കിട്ടാണ്ട് ആ പെൺകുട്ടി മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 2 മരണകാരണം തന്നെയാണ്. അപ്പോൾ ഭാരതിയോട് ചോദിച്ചിട്ട് ഭാരതി കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ ഒന്നും തന്നെ പറയുന്നില്ല. അലറി വിളിച്ച് നിലവിളിക്കുന്നുണ്ട്, ചോദ്യങ്ങൾ കൃത്യമായിട്ട് മറുപടിയില്ല, സൈക്കിക്കായിട്ട് പെരുമാറുകയാണ്. അപ്പം എന്താണ് ഈ ഭാരതിയും ശ്വേതയുമായിട്ടുള്ള പ്രശ്നം, അത് കൃത്യമായിട്ട് അറിയണം. അങ്ങനെ പോലീസ് ഭാരതിയുടെ ഡീറ്റെയിൽസ് തിരയുകയാണ്. അവന് 27 വയസ്സാണ് പ്രായം. കുറച്ചു കാലം മുന്നേ വരെ ഇവർ ഒരുമിച്ച് ഒരു വാടക വീട്ടിൽ താമസിക്കുകയായിരുന്നു. പിന്നീട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായി ആ വാടക വീട്ടിൽ നിന്ന് മാറിയിട്ട് ഭാരതി ഒരു ഒറ്റയ്ക്ക് ഒരു വീടെടുത്ത്, ഒരു മുറിയെടുത്ത് താമസിക്കുകയാണ്. വീടല്ല കേട്ടോ, ഒരു മുറിയെടുത്ത് താമസിക്കുകയാണ്. അപ്പോൾ ആ മുറിയിൽ പോലീസ് എത്തുകയാണ്. അപ്പോൾ ആ മുറി എന്ന് പറയുമ്പോഴത്തേക്കും അലങ്കോലപ്പെട്ട് കിടക്കുന്ന, കിച്ചണൊന്നുമില്ല, ഒറ്റ മുറി മാത്രം, ഒരു ബാത്റൂമും ഒരു മുറിയും മാത്രം. ഒരുപാട് മദ്യക്കുപ്പി, കഞ്ചാവ്, സിഗരറ്റ് ഇതൊക്കെയാണ് ആ മുറിയിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള ആൾക്കാരോട് ചോദിക്കുകയാണ്, വാടക പോലും കൃത്യമായിട്ട് കൊടുത്തിട്ടില്ല കഴിഞ്ഞ 1 മാസമായിട്ട് ആ മുറിയുടെ. ഈ മുറിയിൽ ഇവൻ താമസിക്കുന്ന സമയത്ത് മറ്റുള്ള ആരുമായിട്ട് സമ്പർക്കമില്ല. മദ്യപിക്കാനായിട്ട് ആ മുറിയിലെത്തും, ആഹാരം എവിടുന്നോ കഴിക്കും, ആരുമായിട്ടൊരു കോണ്ടാക്റ്റും ഇല്ല. അപ്പോൾ ഈ ഭാരതിയുടെ ആയിക്കോട്ടെ, ശ്വേതയുടെ ആയിക്കോട്ടെ, വീട്ടുകാരുടെ മൊഴിയെടുക്കുന്നു, അയൽവാസികളുടെ മൊഴിയെടുക്കുന്നു, സുഹൃത്തുക്കളുടെ മൊഴിയെടുക്കുന്നു. പക്ഷേ ഇവർ തമ്മിൽ എന്തൊക്കെയോ കുടുംബ പ്രശ്നം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ആ കുടുംബ പ്രശ്നം എന്താണെന്നോ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഭാരതി ശ്വേതയെ കൊലപ്പെടുത്തിയെന്നോ ആർക്കും തന്നെ അറിയില്ല. റീസൺ ആണ് പോലീസിന് അറിയേണ്ടത്. കൊലപാതകം കിട്ടി, പക്ഷേ റീസൺ ഇപ്പോഴും പോലീസിന് അറിയില്ല. ഈ കൊലപാതകം ചെയ്ത വ്യക്തി കൃത്യമായിട്ട് പോലീസിനോട് പ്രതികരിക്കുന്നുമില്ല. എല്ലാവരും ഒരേപോലെ പോലീസിനോട് പറയുന്ന ഒരു മറുപടി ഉണ്ടായിരുന്നു, ഈ ഭാരതി ശ്വേതയെ നന്നായിട്ട് ശാരീരികമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും റീസൺ അറിഞ്ഞേ മതിയാവുകയുള്ളൂ.
അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഈ ഭാരതിയെ വീണ്ടും ചോദ്യം ചെയ്തു. എഗെയിൻ അവൻ വീണ്ടും ഈ സൈക്കിക്കായിട്ട് പെരുമാറുക മാത്രമാണ് ചെയ്യുന്നത്. പോലീസിന് ഒരു കാര്യം വ്യക്തമായി, ഭാരതി ഈ രീതിയിൽ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അവൻ മറുപടികൾ ഒന്നും തന്നെ പറയില്ല. എന്തായാലും പോലീസിൻ്റെതായിട്ടുള്ള ചില രീതികളുണ്ടാവും. ആ രീതിയിൽ ചോദ്യം ചെയ്യുകയാണ്. ഈ ഭാരതിയുടെ ശരീരം ആവശ്യത്തിൽ കൂടുതൽ നോവിച്ചപ്പോൾ, അല്ലെങ്കിൽ അവന് വേദന എടുത്തപ്പോഴത്തേക്കും അവൻ സത്യങ്ങൾ പോലീസിനോട് പറയാൻ വേണ്ടി തുടങ്ങി. അപ്പോഴും കംപ്ലീറ്റ്ലി പറയുന്നില്ല. അവൻ പോലീസിനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞാനും ശ്വേതയുമായിട്ട് വഴക്കിട്ട് ആ ദേഷ്യത്തിൽ ഞാൻ അവളെ കൊലപ്പെടുത്തിയതല്ല. നേരെ മറിച്ച് അവൾ കുറച്ചു കാലം മുന്നേ എൻ്റെ കുട്ടികളുമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. കാരണം അവൾക്ക് ഒരുപാട് കാമുകന്മാരുണ്ട്. ഒന്നോ രണ്ടോ കാമുകന്മാരല്ല, അനേകം കാമുകന്മാരുണ്ട്. ഈ കാമുകന്മാർക്ക് വേണ്ടിയിട്ടാണ് അവൾ ഒരു വാടക വീടെടുത്ത് താമസം മാറിയത്. അവളുടെ മാതാപിതാക്കളുടെ കൂടെ പോലുമല്ല അവൾ നിൽക്കുന്നത്. ആ കാമുകന്മാർ സ്ഥിരമായിട്ട് അവളുടെ വീട്ടിലേക്ക് രാത്രി കാലങ്ങളിൽ വരാറുണ്ട്. ഞാനത് അറിയുകയും ചെയ്തു. ഞാൻ എപ്പോൾ വിളിച്ചാലും അവളുടെ കോള് വെയിറ്റിംഗ് ആണ്. എൻ്റെ മെസ്സേജിന് അവൾ റിപ്ലൈ തരാറില്ല. എപ്പോൾ നോക്കിയാലും മെസ്സേജ് അയപ്പും വീഡിയോ കോളും ചാറ്റിങ്ങും മാത്രമാണ്. അവൾക്ക് ഒരുപാട് കാമുകന്മാരുണ്ട്. ഇതന്നെ റിപ്പീറ്റായിട്ട് ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാമുകന്മാർ ഒരുപാടുള്ള ചതിയത്തിയായിട്ടുള്ള എൻ്റെ ഭാര്യയെ ഞാൻ കൊലപ്പെടുത്തി. ഇങ്ങനെയാണ് ഇവൻ്റെ ഒരു വേർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പോലീസ് ചോദിക്കുന്നുണ്ട്, നിന്റെ ഭാര്യയുടെ കാമുകൻ ആരാണ്? നിനക്ക് സംശയമുണ്ടെങ്കിൽ അയാളുടെ പേര് പറയുക, അല്ലെങ്കിൽ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ ആ തെളിവ് നീ ഞങ്ങളെ കാണിക്കുക. ഇവൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ തെളിവൊന്നുമില്ല, തെളിവിൻ്റെ ആവശ്യമില്ലല്ലോ, നിങ്ങളെ കാണിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ഭാര്യയെ എന്നെ ചതിച്ചു, ഞാൻ അവളെ കൊലപ്പെടുത്തി. ഇതാണ് ഇവൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. എത്ര ചോദിച്ചിട്ടും തെളിവോ ഡീറ്റെയിൽസോ ഒന്നും തന്നെ ഇവൻ കാണിക്കുന്നില്ല. ഇനിയിപ്പോൾ ഈ ശ്വേത എന്ന് പറയുന്ന ആ പെൺകുട്ടിക്കുണ്ടല്ലോ, ആ പെൺകുട്ടിക്ക് വേറൊരു വ്യക്തിയായിട്ട് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വ്യക്തികളുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ തന്നെയും ആ പെൺകുട്ടിയെ കൊലപ്പെടുത്താനായിട്ടുള്ള റൈറ്റ് ഒന്നും തന്നെ ഈ ഭാരതി എന്ന് പറയുന്ന ആ വ്യക്തിക്ക് ഇല്ല. സോ എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് കൃത്യമായിട്ട് അറിയണം. എപ്പോഴും ഒരു കൊലപാതകത്തിൻ്റെ മോട്ടീവ് അറിഞ്ഞാൽ മാത്രമേ ആ കേസ് നിലനിൽക്കത്തുള്ളൂ. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ആ മോട്ടീവിന് വേണ്ടിയിട്ട് വീണ്ടും ഇവൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. ഇവൻ മറുപടിയേ പറയുന്നില്ല. പോലീസിന് ഇവൻ്റെ ഈ ഒരു ബിഹേവിയറിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യമുണ്ട്, ഇവൻ സൈക്കിക് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. മേ ബി ഇവൻ്റെ ഈ ഒരു സൈക്കിക് ക്യാരക്ടർ കൊണ്ട് ആ പെൺകുട്ടിക്ക് ഇവനൊപ്പമുള്ള ആ ഒരു ജീവിതം മടുത്തു പോയിട്ടുണ്ടാവാം. ജീവിതം മടുത്തപ്പോഴത്തേക്കും ഒന്നെങ്കിൽ ഇവൻ പറയുന്നത് പോലെ വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് അവൾക്കൊരു ബന്ധം ഉണ്ടായിട്ടുണ്ടാവാം. ആ ബന്ധം ഇവൻ അറിഞ്ഞിട്ടുണ്ടാവാം. ആ ദേഷ്യത്തിലായിരിക്കാം ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ അവൻ്റെ സൃഷ്ടിയായിരിക്കാം. ആ സൃഷ്ടിയിൽ അവൻ ആ പെൺകുട്ടിയെടുത്ത് ദേഷ്യം കൂടിയിട്ട് ഈ കൊലപാതകം ചെയ്തതായിരിക്കാം. അതുകൊണ്ട് ഇരുവർക്കും ഇടയിലുള്ള പാസ്റ്റ് എന്താണെന്ന് പോലീസ് അന്വേഷിക്കുകയാണ്. ഈ ഭാരതിയുടെ പേരിൽ ശ്വേത ഇതിനു മുന്നേ എന്തെങ്കിലും കേസ് കൊടുത്തിട്ടുണ്ടെന്ന് പോലീസ് പരിശോധിച്ചു ഇവരുടെ സ്റ്റേഷൻ പരിധിയിൽ. അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഒരു 6 മാസം മുന്നേ ശ്വേത ഒരു പരാതി സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് കേവലം ഒരു സാധാരണ പരാതി മാത്രമല്ല, ഒരു ഗാർഹിക പീഡന പരാതി മാത്രമല്ല. അതിനപ്പുറത്തേക്ക് അതിൽ ഒരുപാട് കാര്യങ്ങൾ ശ്വേത എന്ന് പറയുന്ന ആ പെൺകുട്ടി എഴുതി ചേർത്തിട്ടുണ്ട്. അതായത് ഇവരുടെ വിവാഹം കഴിഞ്ഞ സമയത്ത്, അന്ന് പ്രേമിച്ച് വിവാഹം കഴിച്ചാണെന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഈ പ്രേമ വിവാഹം എന്ന് പറയുമ്പോഴത്തേക്കും വീട്ടുകാരെ 2 കൂട്ടരും നിർബന്ധിപ്പിച്ച് വിവാഹം കഴിപ്പിച്ചതാണ്. വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് ഒരു വിവാഹത്തിലേക്ക് എത്തിയതാണ്. ഈ വിവാഹത്തിന് ശേഷം ഇവരൊരു വാടക വീട്ടിലേക്ക് താമസം മാറുകയാണ്, ശ്വേതയും ഈ ഭാരതിയും മാത്രം. ഭാരതി പിന്നീട് പെയിൻറ്റിങ്ങിൻ്റെ ജോലിക്ക് പോകാൻ വേണ്ടി തുടങ്ങി. തുച്ഛമായിട്ടുള്ള ശമ്പളം കിട്ടും. അന്ന് ശ്വേതയ്ക്ക് ജോലിയൊന്നുമില്ല, 2 കുട്ടികളായി വലിയ കുഴപ്പമില്ലാണ്ട് ജീവിച്ചു പോവുകയാണ്. പെട്ടെന്ന് ഈ ഭാരതി മദ്യത്തിന് അടിമയായി. സ്ഥിരമായിട്ട് മദ്യപിച്ച് വീട്ടിലേക്ക് എത്തും. മദ്യപാനം മാത്രമല്ല, ശ്വേതയെ ഒരുപാട് ഉപദ്രവിക്കാൻ വേണ്ടി തുടങ്ങി. ശാരീരികമായിട്ട് സ്ഥിരമായിട്ട് ഉപദ്രവിക്കുന്നു. 2 പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട്. ഈ കുഞ്ഞുങ്ങളെ മുന്നിൽ വെച്ചാണ് ഉപദ്രവിക്കുന്നത്. വീട്ടിൽ ചിലവിന് ഒന്നും കൊടുക്കാണ്ടായി, വാടക പോലും കൊടുക്കേണ്ട അവസ്ഥയായി. അപ്പോഴത്തേക്കും ശ്വേത ഒരു കാര്യം തീരുമാനിച്ചു, എനിക്കും എന്തെങ്കിലും വരുമാനം വേണം. അങ്ങനെ ശ്വേത ജോലിക്ക് പോകാൻ വേണ്ടി തുടങ്ങിയാണ്. അപ്പോൾ കുഴപ്പമില്ലാണ്ട് പിന്നെയും പോകുന്നുണ്ട്. ശ്വേത ഒറ്റയ്ക്ക് അധ്വാനിക്കുന്നുണ്ട്. പിന്നീട് ഈ ഭാരതി ചെയ്ത ഒരു കാര്യമുണ്ട്. അവൻ ജോലിക്ക് പോകുന്ന കാശ് 1 രൂപ പോലും ശ്വേതയുടെ കയ്യിൽ കൊടുക്കില്ല, വീട്ടിൽ ചിലവിന് കൊടുക്കില്ല. ഇനി ശ്വേത ജോലിക്ക് പോയി മിച്ചം വെച്ച് കുടുംബമൊക്കെ നോക്കി മിച്ചം വെച്ച് കിട്ടുന്ന ആ കാശ് പോലും എടുത്തുകൊണ്ട് പോയിട്ട് ഭാരതി മദ്യപിക്കാൻ വേണ്ടി തുടങ്ങി. മദ്യപിക്കുക മാത്രമല്ല, ഇവൻ പിന്നീട് പോൺ വീഡിയോസിന് ഭയങ്കരമായിട്ട് അഡിക്റ്റായി. ഭയങ്കര ഫോഴ്സ്ഡ് ആയിട്ടുള്ള സെക്സിന് വേണ്ടിയിട്ട് ഈ പെൺകുട്ടി ഇവൻ സമീപിക്കും. അതായത് ശാരീരികമായിട്ട് ഉപദ്രവിച്ചുകൊണ്ടുള്ള ഒരു സെക്ഷൽ ലൈഫിനോടായിരുന്നു ഇവന് കൂടുതൽ താല്പര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പെൺകുട്ടി ഏറ്റവും ആദ്യമൊക്കെ ഭർത്താവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എത്ര തന്നെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാലും ചില പെൺകുട്ടികൾ ആദ്യം സഹിച്ചു കൊടുക്കും. അങ്ങനെ ഏറ്റവും ആദ്യമൊക്കെ സഹിച്ചു കൊടുക്കാനായിട്ടുള്ള മനസ്സ് അവർ കാണിച്ചിരുന്നു. പക്ഷേ പിന്നീട് മുന്നോട്ടായപ്പോഴത്തേക്കും ശ്വേതയ്ക്ക് അത് പറ്റാണ്ടായി. ഇവന് സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഇവൻ്റെ ഫോണിൽ ഒരുപാട് പോൺ വീഡിയോസ് ഉണ്ടാകും. ഈ പോൺ വീഡിയോസ് മദ്യപിച്ചെത്തിയിട്ട് അത് പ്ലേ ചെയ്ത് വെച്ചുകൊണ്ട് അതിലെന്താണോ കാണിക്കുന്നത് അതേപോലെ ഒരു ലൈംഗിക ബന്ധം വേണമെന്ന് ഇവൻ ആവശ്യപ്പെടാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ശ്വേതയ്ക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് മാറുകയാണ്. ശ്വേത പിന്നീട് അതിനെ എതിർക്കാൻ വേണ്ടി തുടങ്ങി. എതിർക്കുന്ന സമയത്ത് ശ്വേതയെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചുകൊണ്ട് ആ ഒരു സെക്സ് ചെയ്യാനായിട്ട് ഇവൻ നിർബന്ധിച്ചു.
അവൻ്റെ നീഡ് എന്താണോ ആ നീഡ് ഇവൻ കംപ്ലീറ്റ്ലി അവിടുന്ന് ശ്വേതയുടെ അടുത്ത് നിന്ന് നിർബന്ധിച്ച് വാങ്ങിച്ചെടുക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ശ്വേതയ്ക്ക് പിന്നീട് സഹികെട്ട് ബുദ്ധിമുട്ടായി. ശ്വേതയ്ക്ക് ഒരിക്കലും ഇത് ചെയ്യാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ ഇതൊരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ശ്വേതയുടെ ശാരീരിക ബുദ്ധിമുട്ട് ദിനംപ്രതി കൂടിക്കൂടി വന്നു. ഒരു ഡോക്ടറെ കൊണ്ടുപോയിട്ട് കാണിക്കേണ്ട അവസ്ഥ പോലും ഉണ്ടായി. അവരുടെ സ്വകാര്യ ഭാഗത്ത് മുറിവുകളുണ്ടായി, ബ്ലീഡിംഗ് ഉണ്ടായി. അങ്ങനെ ശ്വേത ഒരു കാര്യം ഡോക്ടറിൻ്റെ പോയിട്ട് കാര്യങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭർത്താവിനെ കൂട്ടിക്കൊണ്ട് വരണം, അയാളെ നേരിട്ട് കണ്ട് സംസാരിച്ചൊരു കൗൺസിലിംഗ് കൊടുത്ത് അയാളുടെ ഈ ഒരു വൈകൃതം അല്ലെങ്കിൽ ഈ ഒരു ചിന്താഗതി മാറ്റിയെടുക്കണമെന്ന് പറയുകയാണ്. പക്ഷേ ഡോക്ടറിൻ്റെ അടുത്ത് പോയി എന്നുള്ള കാര്യം ശ്വേത ഭാരതിയുടെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്കും ഭാരതി ശ്വേത ഒരുപാട് ഉപദ്രവിച്ച് തല്ലിയിട്ട് വീണ്ടും ആ ഒരു ഫോഴ്സ്ഫുള്ളി ആയിട്ടുള്ള സെക്സിന് തന്നെ വീണ്ടും അവൻ സമീപിക്കുകയാണ്. അപ്പോഴും ഈ ഒരു പോൺ വീഡിയോ അഡിക്ഷൻ ഇവന് സ്ഥിരമായിട്ട് ഉണ്ട് താനും, അത് മാറുന്നില്ല. ഒടുവിൽ സഹികെട്ട് പോലീസിൻ്റെ കൊണ്ടുപോയിട്ട് പരാതി കൊടുത്തു. ഈ ഡീറ്റെയിൽസ് എല്ലാം എഴുതി വെച്ചിട്ടാണ് പരാതി കൊടുത്തത്. പോലീസ് ഉദ്യോഗസ്ഥർ ഒരുപാട് തവണ വിളിച്ചിട്ടും ഭാരതി സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഒടുവിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇവരുടെ വീട്ടിലേക്ക് എത്തിയ സമയത്ത് ഈ കാര്യങ്ങളെല്ലാം പോലീസ് പറഞ്ഞിട്ട് ഇവനെ വാൺ ചെയ്തു. അന്ന് ശ്വേത എടുത്തൊരു തീരുമാനമുണ്ടായിരുന്നു. കുറഞ്ഞത് 6 മാസത്തേക്കെങ്കിലും താനൊരു വാടക വീടെടുത്ത് അവിടേക്ക് മാറി താമസിക്കുകയാണ്. കാരണം ശ്വേത അതിനു മുന്നേ തന്നെ അവളുടെ മാതാപിതാക്കളെ കോൺടാക്ട് ചെയ്തു. പക്ഷേ ആ മാതാപിതാക്കൾ പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ സ്വന്തമായിട്ട് ഒരാളെ നോക്കിയെടുത്തതാണ്, അതുകൊണ്ട് എന്തായാലും നീ ഇനി ഞങ്ങളുടെ വീട്ടിൽ വന്ന് നിൽക്കണ്ട, നിനക്ക് എവിടെയാണെന്ന് വെച്ചാൽ പോയി നിൽക്കാം. അതായത് നമ്മുടെ വീട്ടിൽ നീ ഇനി എന്തായാലും വന്ന് നിൽക്കാനായിട്ട് സാധിക്കില്ല, ഞങ്ങളുടെ ഭാഗത്ത് നിനക്ക് എന്തായാലും ഈ വിഷയത്തിൽ സപ്പോർട്ടൊന്നും ഉണ്ടാകില്ല എന്ന് പറയുകയാണ്. അങ്ങനെയാണ് ശ്വേത ഒരു തീരുമാനം എത്തുന്നത്. ശ്വേത സ്വന്തമായിട്ട് തന്നെ ഒരു വാടക വീടെടുത്ത് അവിടേക്ക് മാറാം. 6 മാസം കൊണ്ട് ഈ ഭാരതിയുടെ സ്വഭാവം നന്നായി കഴിഞ്ഞാൽ വീണ്ടും സ്വീകരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇനി സ്വീകരിക്കാനേ പോകുന്നില്ല. അങ്ങനെ പോലീസിന് മുന്നിൽ വെച്ച് ആ ഒരു ഉറപ്പ് നൽകി കുട്ടികളുമായിട്ട് ശ്വേത മാറി താമസിക്കുകയും ചെയ്തു. കുട്ടികളുമായിട്ട് ശ്വേത മാറി താമസിച്ച് ഏതാണ്ട് 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഈ ഭാരതി അവിടെ താമസിച്ചിരുന്ന ആ വാടകകളുണ്ടല്ലോ, അതിൻ്റെ വാടക ഒന്നും കൃത്യമായിട്ട് നേരത്തെ തന്നെ കൊടുക്കുന്നില്ല, ശ്വേതയാണ് കൊടുത്തിരുന്നത്. അപ്പോൾ ആ വാടക കൊടുക്കാതിരുന്നിട്ട് ഹൗസ് ഓണറുമായ പ്രശ്നമായി. അങ്ങനെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നു. പിന്നെ പല സ്ഥലങ്ങളിൽ പോയിട്ട് താമസിച്ചു, ഒരു റൂമിൽ പിന്നീട് താമസിക്കുകയായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് പോലീസിന് അറിയാനായിട്ട് സാധിച്ചത്. പണ്ട് പരാതി കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് വെച്ച് വീണ്ടും പോലീസ് അന്വേഷിക്കുകയാണ്. വീണ്ടും ഈ ഭാരതിയെ ചോദ്യം ചെയ്യുകയും ചെയ്തു. ഭാരതിയുടെ മൊബൈൽ ഫോൺ പോലീസ് പരിശോധിച്ചു, ശ്വേതയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചു. ശ്വേതയ്ക്ക് എന്തായാലും മറ്റൊരു കാമുകൻ ഇല്ല എന്ന് കൃത്യമായിട്ട് ആ മൊബൈൽ ഫോണിൻ്റെ ഡീറ്റെയിൽസ് പരിശോധിച്ചപ്പോൾ പോലീസ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. പക്ഷേ ഈ ഭാരതി ഉണ്ടല്ലോ, ഈ ഭാരതിയുടെ ഗൂഗിൾ ഹിസ്റ്ററി, അതുപോലെ തന്നെ ഫോൺ ഗാലറിയൊക്കെ നോക്കിയപ്പോഴത്തേക്കും ശ്വേത ആ കംപ്ലയിൻറ്റിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമാണ്. ഒരു പോൺ വീഡിയോ അഡിക്ഷൻ ഇവന് കൃത്യമായിട്ട് ഉണ്ട് തന്നെ. മാത്രമല്ല ശ്വേത ഈ ഭാരതിയുടെ നമ്പർ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടോ ഇവൻ ശ്വേതയെ വിളിക്കാൻ നോക്കുമ്പോഴത്തേക്കും ആ കോള് കിട്ടില്ല. അപ്പോൾ ഇവൻ്റെ ചിന്താഗതിയാണ് ശ്വേത മനഃപൂർവ്വം തന്നെ അവോയ്ഡ് ചെയ്യുന്നു, വേറെ കാമുകനുണ്ട്, അല്ലെങ്കിൽ താൻ വിളിക്കുമ്പോഴത്തേക്കും കോൾ എടുക്കാത്തത് വേറൊരു കാമുകനുള്ളത് കൊണ്ടാണ് എന്നൊക്കെ. ഇനി മാത്രമല്ല, ഈ കൊലപാതകം നടക്കുന്നതിന് ഒക്ടോബർ 10-ാം തീയതിയാണ് ഈ കൊലപാതകം നടക്കുന്നത്. അതിനൊരു 15 ദിവസം മുന്നേ ശ്വേത സ്റ്റേഷനിലെത്തിയിട്ട് ഒരു പരാതി കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പരാതി മറ്റൊന്നുമല്ല, ശ്വേത നിലവിൽ വാടക താമസിക്കുന്ന ആ വീടുണ്ടല്ലോ, ആ വീട്ടിലേക്ക് ഭാരതി ഒരു ദിവസം രാത്രി എത്തി. നിന്നെ വിളിച്ചിട്ട് നീ കോൾ എടുക്കുന്നില്ല, നിൻ്റെ ഈ വീട്ടിൽ നീ ഇപ്പോൾ ഒരു കാമുകനെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ആ വീട്ടിലേക്ക് വന്നത്. ഒരുപാട് ഒച്ചയും ബഹളമൊക്കെ ഉണ്ടായി. ആ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടായി അന്ന് ആ വാടക വീട്ടിൽ ശ്വേതയെ ഭാരതി തല്ലിയിട്ടുണ്ടായിരുന്നു. അയൽവാസികൾ അത് കാണുകയും ചെയ്തതാണ്. 15 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ ഈ ഒരു വിഷയം ഉണ്ടായിട്ട്. വേറൊരു കാമുകനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഉപദ്രവമൊക്കെ ചെയ്തത്. അന്നൊരു പരാതി കൂടെ ശ്വേത കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഡീറ്റെയിൽസും കൂടെ പോലീസിന് കിട്ടുകയാണ്. അപ്പോൾ പോലീസിന് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ ഇവൻ അവസാനമായിട്ട് ഈ ഒക്ടോബർ 10-ാം തീയതി ഈ ഭാരതി ശ്വേതയുടെ അടുത്തിന്ന് സംസാരിച്ച ഒരു കാര്യമുണ്ടായിരുന്നു. ഇവൻ സംസാരിച്ചത്, നീ ഇപ്പോൾ ഇവന് ദേഷ്യമായി ഭയങ്കരമായിട്ട്. അതായത് വീണ്ടും ഒരു പരാതി കൊടുത്തു. ഏറ്റവും ആദ്യം സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു, 15 ദിവസം മുന്നേ രണ്ടാമത് ഒരു പരാതി കൂടെ കൊടുത്തു. അപ്പോൾ ഈ 2 പരാതി കൊടുത്തപ്പോഴത്തേക്കും ഈ ദേഷ്യം ഇങ്ങനെ കിടക്കുകയാണ്, പക ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇവൻ തീരുമാനിച്ചത് ഒന്നെങ്കിൽ ശ്വേതയെ കൊലപ്പെടുത്തുക, അല്ലാന്നുണ്ടെങ്കിൽ അവൾ തൻ്റെ കൂടെ വരിക. അപ്പോൾ ഇവൻ്റെ കത്തി വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒക്ടോബർ 10-ാം തീയതി ശ്വേതയുടെ അടുത്തേക്ക് പോവുകയാണ്. അവളോട് ഇവൻ ചോദിച്ച ഒരു കാര്യമുണ്ടായിരുന്നു, നിനക്ക് ഇപ്പോൾ വേറൊരു കാമുകനുണ്ട്, ആ കാമുകൻ്റെ പേരെന്താണ്, ഡീറ്റെയിൽസ് എന്താണ് എന്ന് ചോദിക്കുകയാണ്. നീ എൻ്റെ കൂടെ വരണം, നീ എന്തിനാണ് ആ പരാതി കൊടുത്തത്, ആ പരാതി പിൻവലിച്ച് നീ എൻ്റെ കൂടെ തിരിച്ച് വരണം എന്ന് ആവശ്യപ്പെടുകയാണ്. ശ്വേത അതിന് സമ്മതിച്ചില്ല. ശ്വേത വീണ്ടും അവിടെ വെച്ച് പറഞ്ഞു, ഇനിയും എന്നെ ശല്യപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ ഇനിയും പരാതിയായിട്ട് മുന്നോട്ട് പോകും, ഞാനിപ്പോൾ പോലീസിനെ വിളിക്കും എന്ന് പറയുകയാണ്. ആ ദേഷ്യത്തിൽ ഇവൻ ആ കത്തിയെടുത്ത് ശ്വേതയെ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. ഇവനിത് കൃത്യമായിട്ട് പോലീസിനോട് പറയുകയും ചെയ്തു. ഇങ്ങനെയാണ് അവൻ ആ കൊലപാതകം ചെയ്തത്. റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭാര്യ ഇത്രയും ഫോഴ്സ്ഫുള്ളി ഒരു സെക്സിന് വേണ്ടിയിട്ട്, അതും പോൺ അഡിക്ഷനായിട്ട് പോൺ വീഡിയോ കണ്ടുകൊണ്ട് സെക്സ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യയെ നിർബന്ധിച്ച് ആ ഭാര്യയെ അതിനു വേണ്ടിയിട്ട് ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നൊരു ഭർത്താവ്,
ഭാര്യ സഹികെട്ട് ആ പെൺകുട്ടി അവിടെ നിന്ന് രക്ഷപ്പെട്ട് വേറൊരു വാടക വീടെടുത്ത് താമസം ആരംഭിച്ചപ്പോൾ അവിടെയും ശല്യം ചെയ്ത് വേറൊരു കാമുകനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ അവൻ്റെ ചിന്താഗതി മാത്രമാണ്. ആ പെൺകുട്ടിയെ ഒരുപാട് ഉപദ്രവിച്ചു ബുദ്ധിമുട്ടിപ്പിച്ച് ഈ അവസ്ഥയിലേക്ക് എത്തിച്ചു. ലാസ്റ്റ് ഈ സംശയം മൂത്ത് അവളൊരു പരാതി കൊടുത്തപ്പോഴത്തേക്കും ഈ സംശയം മൂത്തിട്ട് അവളുടെ അടുത്തേക്ക് ചെന്ന് ആ പെൺകുട്ടി ഇത്രയും ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തുകയും ചെയ്തു. പോലീസ് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ചു, സാക്ഷി മൊഴികൾ ശേഖരിച്ചു. അങ്ങനെ ഈ ഭാരതി എന്ന് പറയുന്ന പക്ക ക്രിമിനൽ ഉണ്ടല്ലോ, അവനിപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. അവനെന്തായാലും ഏറ്റവും കുറഞ്ഞത് ജീവപര്യന്തം ശിക്ഷയെങ്കിലും കിട്ടും. ഇതുവരെ അവന് ശിക്ഷ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. ഈ കേസ് പരിശോധിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടെ നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഈ ഭാരതിയുടെയും ശ്വേതയുടെയും 2 കുട്ടികളുണ്ട്. ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. ഒരു 7 വയസ്സ് 6 വയസ്സ് പ്രായമുള്ള കുട്ടികളൊക്കെ ആയിരിക്കും. അവരുടെ ഏജ് കൃത്യമായിട്ട് നമുക്ക് ലഭ്യമായിട്ടില്ല. അവരിപ്പോൾ ശ്വേതയുടെ മാതാപിതാക്കളുടെ കൂടെയാണ്. ആ കുട്ടികളുടെ ഭാവി എന്താവും? അച്ഛനും ഇല്ല, അമ്മയില്ല. ഇനി മറ്റൊരു കാര്യം, ഈ ശ്വേതയുടെ മാതാപിതാക്കൾ അവർ ഈ ശ്വേതയുടെ അവസ്ഥ മനസ്സിലാക്കി പ്രേമിച്ചതാണ് ആ പെൺകുട്ടി. പ്രേമിച്ച് സ്വന്തമായിട്ട് തിരഞ്ഞെടുത്ത കാമുകനെ ഭർത്താവാക്കി ജീവിച്ചു. അതിൽ ബുദ്ധിമുട്ടുണ്ടായി. പക്ഷേ ആ പെൺകുട്ടിക്ക് ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നപ്പോഴത്തേക്കും ഈ മാതാപിതാക്കൾ ആ പെൺകുട്ടിയെ അവരോട് കൂടെ ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ, നാണക്കേടിനെ തുടർന്ന് നീ നോക്കിയെടുത്തല്ല കൊണ്ട് നീ സ്വന്തമായിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് അവൾ ആട്ടിപ്പായിച്ചില്ലായിരുന്നെങ്കിൽ ആ പെൺകുട്ടിക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു. എന്തായാലും ഈ ഭാരതി എന്ന് പറയുന്ന പക്കാ ക്രിമിനലിന് മാക്സിമം ശിക്ഷ തന്നെ കിട്ടട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ കമൻറ്റ് ബോക്സിലേക്ക് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ദിസ് ഈസ് മീ സിജോ ജോൺ. സിയു.